ഹലോ! എല്ലാരും സുഖായിട്ടിരിക്കുന്നില്ലേ? അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മനസ്സിലായല്ലോ. ഉരുളക്കിഴങ്ങ് കറിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. എന്നാലും വളരെ എളുപ്പം ഞാൻ എങ്ങനെയാ ഉരുളക്കിഴങ്ങ് കറി പെട്ടെന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതിയിട്ടാട്ടോ. ഇതിലധികം മസാലകളൊന്നും ചേർക്കുന്നില്ല. പക്ഷേ ഇത് ചോറിനൊപ്പം കഴിക്കാനാണ് എനിക്കിതിന് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനിത് ചോറിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെടുക്കാൻ പറയുന്നത്. ബാക്കിയൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ, എങ്ങനെ കഴിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളക് മുറിച്ചതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് കറി ഇഷ്ടമല്ലാത്തത് പരമാവധി കുറവായിരിക്കും ആൾക്കാരല്ലേ. മിക്കുള്ളവർക്കും ഉരുളക്കിഴങ്ങ് കറി ഇഷ്ടമാണ്. അപ്പോൾ പല രീതിയിലായിരിക്കും അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ രീതിയിലും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള ചെറിയ സ്ക്വയറായിട്ട് അരിഞ്ഞതാട്ടോ, അതും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് അവരോരോ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടെ എരിവ് എല്ലാവർക്കും കുറവ് മതി, അതുകൊണ്ടാണ് കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കുന്നില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മളെന്താ ഒരു 2-3 വലിയ ഉരുളക്കിഴങ്ങാണേ, അത് ഇതുപോലെ തന്നെ സ്ക്വയറായിട്ട് അരിഞ്ഞ് അതും കൂടി അതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അധികം വലുതായിട്ടും അരിഞ്ഞിട്ടില്ല, എന്നാൽ അധികം ചെറുതായിട്ടും അരിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിത് ആദ്യം സവാള വഴറ്റി സമയം കളഞ്ഞ് അതിന് ശേഷം ഉരുളക്കിഴങ്ങിട്ട് അങ്ങനെയൊന്നുമില്ല, എല്ലാം പെട്ടെന്നാണ്, എല്ലാം വളരെ പെട്ടെന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെയും സവാളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വരും വെള്ളം, പച്ചവെള്ളം കേട്ടോ, ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ വെള്ളത്തിലിരുന്ന് ഒന്ന് വേവിച്ചെടുക്കാം. അതിന് നമുക്ക് ഇത് അടച്ച് വെച്ച് തീ കുറച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഏകദേശം ഒരു പകുതി വേവൊക്കെ ആയി കാണും കേട്ടോ ഉരുളക്കിഴങ്ങ്. നമുക്കിതിനെ ഒന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. മുഴുവനായിട്ടും ഉരുളക്കിഴങ്ങ് വെന്തിട്ടില്ല, പകുതി വേവേ ആയിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇതിലധികം പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് 3/4 ടീസ്പൂൺ മതിയാവും കേട്ടോ. അപ്പോൾ അതും മിക്കുള്ളവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ഇത് അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്. ഇനി നമ്മുടെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ കറി ഉണ്ടാക്കി അത് ചോറിനൊപ്പം കഴിച്ചതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. നിങ്ങൾക്ക് തോന്നും ഇതിൽ മസാലകളൊന്നും ചേർക്കുന്നില്ല, ഗരം മസാല അങ്ങനെയുള്ളതൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ ഇതിൽ മണം ഉണ്ടാവുമോ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ സംശയം ഉണ്ടാവും. ഒരു സംശയം വേണ്ട, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഉരുളക്കിഴങ്ങ് കറിയൊന്നും വെക്കാൻ അറിഞ്ഞൂടാത്തവർക്കൊക്കെ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെക്കാനും പറ്റും, പെട്ടെന്ന് പഠിക്കാനും പറ്റും, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക, ബാച്ചിലേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ എളുപ്പമായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. നമുക്ക് അധികം നേരം ഈ സവാള വഴറ്റിയുള്ള സമയം കളയലൊന്നും ഇല്ലല്ലോ, അപ്പോൾ പെട്ടെന്നായി കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ മാത്രം മതി, വേറെ പണികളൊന്നുമില്ല. നമ്മളെ പണിയൊക്കെ കഴിഞ്ഞതാ. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ വറ്റണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു പരുവം മതിയാവും. ഇനി നമുക്ക് ഈ ഒരു ചൂടിലിരുന്ന് തന്നെ കുറച്ചുകൂടി ഒന്ന് വെന്ത് കിട്ടും, വറ്റി കിട്ടും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ ഓക്കേ.